അഡ്ഹോക് ജഡ്ജസുമായി ബന്ധപ്പെട്ടൊരു ന്യൂസ് കേട്ടിരുന്നു. എന്താണ് അഡ്ഹോക് ജഡ്ജസ്? എന്തായിരുന്നത്? ഈ റീസെന്റ് അലഹബാദ് ഹൈക്കോർട്ടിൽ പുതിയ 5 അഡ്ഹോക് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അഡ്ഹോക് ജഡ്ജസ് പറയുമ്പോൾ ഓൾറെഡി ഹൈക്കോർട്ടിൽ നിന്ന് റിട്ടയർമെന്റ് ആയി പോയ ആൾക്കാരെ ജഡ്ജസിനെ തിരിച്ചു വിളിക്കുക. കാരണം ഇന്ത്യയിൽ ഓൾറെഡി 5 crores ഓഫ് പെൻഡിങ് കേസസ് ഉണ്ട്. അതുപോലെ ഓരോ ഹൈക്കോർട്ടിൽ ഇത്രയും നമ്പർ ഓഫ് കേസസ് ഉണ്ടാവും. അപ്പോൾ ഈ കേസസ് പെട്ടെന്ന് തീർത്തു വിടാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ വേക്കൻസി വരുമ്പോഴോ അല്ലെങ്കിൽ പെൻഡിങ് കൂടുമ്പോഴോ നമ്മുടെ ആ ഒരു റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസിന് പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെയും പ്രയർ റെക്കമെൻഡേഷൻ വഴി അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഈ റിട്ടയർ ആയി പോയിട്ടുള്ള ജഡ്ജസിന്റെ പെർമിഷനും കൂടി വേണം. യൂഷ്വലി അപ്പോയിന്റ്മെന്റിന് അതിന്റെ ആവശ്യമില്ല, കാരണം എപ്പോഴും CJയുടെ താഴെ ആയിരിക്കും ബാക്കിയുള്ള ജഡ്ജസ് ഒക്കെ. അപ്പോൾ CJ പറഞ്ഞ് ഇവർ ചെയ്യണം എന്നാണ്. പക്ഷേ അഡ്ഹോക് ജഡ്ജസിന്റെ കാര്യത്തിൽ ഈ റിട്ടയർ ആയി പോയതുകൊണ്ട് തന്നെ അവരുടെ പെർമിഷനും കൂടി വേണം. അഡ്ഹോക് ജഡ്ജസിന്റെ കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? 15 കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1963 വഴി വന്ന പുതിയൊരു ആർട്ടിക്കിൾ ഉണ്ട്, ആർട്ടിക്കിൾ 224A. ഈ ആർട്ടിക്കിൾ 224Aയിലാണ് ഹൈക്കോർട്ടിലോട്ടുള്ള അഡ്ഹോക് ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റിന്റെ കാര്യം നമ്മൾ പറയുന്നത്. അതിൽ മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. അതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ കുറച്ചുകൂടെ കൂടുതൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വരുന്നത് മെമ്മറാണ്ടം ഓഫ് പ്രൊസീജിയർ 1998 എന്ന് പറഞ്ഞൊരു ലീഗൽ ഡോക്യുമെന്റിലാണ്. പിന്നെ ഇത് വെറുതെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോയിന്റ് ചെയ്യുന്നതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ആ ഒരു റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഹൈക്കോർട്ടിൽ പെൻഡിംഗ് ആയിട്ട് വേക്കൻസീസ് 20% കൂടുതലോ അല്ലെങ്കിൽ 5 കൊല്ലത്തിൽ കൂടുതൽ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്ന കേസസിന്റെ എമൗണ്ട് 10% കൂടുതലോ ആകുമ്പോഴാണ് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോയിന്റ് ചെയ്യുന്നത് ഓൾറെഡി 10% ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്തിലും കൂടുതൽ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ 2 to 3 yearsന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. 2 to 5 നമ്പർ ഓഫ് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുവരെ ടോട്ടൽ 3 ഇൻസ്റ്റൻസസിൽ മാത്രമാണ് ഇന്ത്യയിൽ അഡ്ഹോക് ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുള്ളത്. ഒന്ന് മധ്യപ്രദേശ്, ഒന്ന് മദ്രാസ്, പിന്നൊന്ന് അലഹബാദ്. ഈ 3 കണ്ടീഷൻ ഓൾറെഡി അലഹബാദിൽ വേറെ ഉണ്ട്. അത് കൂടാണ്ട് പണ്ടൊരെണ്ണം നടന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ അഡ്ഹോക് ജഡ്ജസിന് ക്രിമിനൽ കേസസ് മാത്രമേ ഹിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതും ഓൾറെഡി അവിടെ സിറ്റിംഗ് ആയിട്ടുള്ള ഒരു ജഡ്ജ് ലീഡ് ചെയ്യുന്ന കേസിലായിരിക്കണം ആളിരിക്കേണ്ടത്. അത് കൂടാതെ 5 കൊല്ലത്തിലും കൂടുതൽ പഴക്കമുള്ള കേസസ് മാത്രമേ ആൾക്ക് ഹിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ലോ പ്രഹാരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ഫണ്ട് 2021 ഒരു കേസ് വരുന്നുണ്ട്. ആ കേസിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സുപ്രീം കോർട്ടിന്റെ കൊളീജിയൻ സിസ്റ്റം, അതായത് CJI + 2 സീനിയർ മോസ്റ്റ് ജഡ്ജസ് എന്നുള്ള സിസ്റ്റത്തിന് ഈ അഡ്ഹോക് ജഡ്ജസ്, ഹൈക്കോർട്ടിലെ അഡ്ഹോക് ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് റെക്കമെൻഡ് ചെയ്യാന്നുള്ളൊരു കണ്ടീഷൻ ആ കേസിലാണ് വരുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് മെൻഷൻ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊളീജിയൻ സിസ്റ്റത്തിനെ പറ്റി മെൻഷൻ ചെയ്യുന്നില്ല.